നമസ്കാരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം ഐവിൻ ജിജോ എന്ന യുവാവ് അപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കാറിലുണ്ടായിരുന്ന CISF ഉദ്യോഗസ്ഥർ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സൂചന. വിമാനത്താവളത്തിലെ 2 CISF ഉദ്യോഗസ്ഥരാണ് കാറിലുണ്ടായിരുന്നത്. ഇരുവരെയും നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഇവർ ഐവിനെ മനഃപൂർവ്വം കാറിടിപ്പിച്ചു കൊലപ്പെടുത്തി എന്നാണ് പോലീസിന്റെ നിഗമനം. വിമാനങ്ങളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ഐവിൻ ജോലി ചെയ്തിരുന്നത്. രാത്രി ഡ്യൂട്ടിക്ക് പോകുന്നതിനിടെ നായത്തോട് വെച്ചാണ് CISF ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായത്. റോഡിൽ ഒരു തർക്കമുണ്ടായെന്നും എത്താൻ അല്പം വൈകുമെന്നും ഐവിൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു പറഞ്ഞതായി ഐവിന്റെ അയൽവാസി ജോസ് പറഞ്ഞു. 9:30യോടെയാണ് ഐവിൻ വീട്ടിൽ നിന്നിറങ്ങിയത്. 9:50 തർക്കമുണ്ടായതായി സ്ഥാപനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. തർക്കത്തിന്റെ ദൃശ്യങ്ങൾ ഐവിൻ ഫോണിൽ പകർത്തിയിരുന്നതായും വിവരമുണ്ട്. CISF ഉദ്യോഗസ്ഥരുമായി ഐവിന് മുൻപരിചയമുണ്ടായിരിക്കാൻ സാധ്യതയില്ലെന്നാണ് ജോസ് പറയുന്നത്. സംഭവത്തിൽ കാറിൽ വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇപ്പോൾ അങ്കമാലിയിലെ ആശുപത്രിയിലാണ് ഐവിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ബുധനാഴ്ച രാത്രിയിലാണ് കൊടും ക്രൂരത നടക്കുന്നത്. 24-കാരനായ ഐവിൻ ജിജോ എന്ന യുവാവാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഐവിൻ മരിച്ചതെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷികളുടെ മൊഴികളും പുറത്തു വന്നതോടെയാണ് വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ CISF ഉദ്യോഗസ്ഥർ ഐവിനെ കാറിടിപ്പിച്ചു കൊലപ്പെടുത്തിയെന്ന വിവരം പുറത്തുവന്നത്. ആദ്യം വാഹനാപകടമെന്നാണ് കരുതിയതെന്ന് അങ്കമാലി നഗരസഭാ കൗൺസിലർ TY ഏലിയാസ് പറഞ്ഞു. മരണപ്പെട്ട ഐവിനെ റോഡിൽ കിടക്കുന്നതാണ് കണ്ടത്. ശരീരത്തിന്റെ ഒരു ഭാഗം ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു. മൂക്കിൽ നിന്നടക്കം രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. രക്തം അമിതമായി വരുന്നത് കണ്ട് എടുക്കാൻ ആദ്യം പേടിയായിരുന്നു. ഒടുവിൽ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ ഐവിൻ മരിച്ചു. നിസ്സാര തർക്കത്തിൽ CISF ഉദ്യോഗസ്ഥർ കാട്ടിയ തിണ്ണമെടുക്കാണ് അവിടെ കണ്ടതെന്നും ഒരു ജീവനെടുത്തതെന്നും ഏലിയാസ് പറയുന്നു. നായത്തോട് സെന്റ് ജോൺസ് ചാപ്പലിനടുത്ത് ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് ഈ അപകടം. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ ഐവിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഐവിൻ മരിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മനഃപൂർവ്വം വാഹനം ഇടിച്ചതിന്റെ സൂചന ലഭിച്ചത്. ഐവിൻ ഹോട്ടലിലെ ഷെഫാണ്. അപകടത്തിന് മുൻപ് ഐവിനും CISF ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായതായി പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു. വെറും 24 വയസ്സുള്ള ഒരു മോൻ ഐവിൻ ജിജോ. കൈ വളർന്നോ കാല് വളർന്നോ എന്ന് നോക്കി മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. കഴിഞ്ഞ രാത്രി 2 CISF ഉദ്യോഗസ്ഥരുടെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ക്രൂരത കൊണ്ട് ജീവൻ നഷ്ടമായി. വാഹനം സൈഡ് കൊടുക്കാത്ത കാര്യം ചോദിച്ചതിനാണ് ഈ ചെയ്തതെന്ന് പറയുന്നു. ഇവരൊക്കെ തക്കതായ ശിക്ഷ കിട്ടണം. ആ അമ്മയുടെ കണ്ണുനീർ കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഐവിന്റെ മാതൃഗ്രഹം മലയാറ്റൂർ കുറവക്കാട് കുടുംബമാണ്. അങ്കമാലി LF ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റായ ജിജോയാണ് പിതാവ്. മാതാവ് മലയാറ്റൂർ കുറവക്കാട് റിൻസി. പൊതുവെ സൗമ്യനും മിതഭാഷിയുമായ ഐവിന്റെ മരണം വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ എങ്ങനെ എപ്പോൾ മക്കൾ തിരിച്ചെത്തുമെന്ന മാതാക്കളുടെ ആദിയുടെ കൂടി ചോദ്യമാണ്. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന് പ്രതികാരമായാണ് യുവാവിനെ CISF ഉദ്യോഗസ്ഥർ കാർ കയറ്റി കൊന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. CISF SI വിനയ് കുമാർ ദാസ്, ബീഹാർ സ്വദേശിയായ CISF കോൺസ്റ്റബിൾ മോഹൻ കുമാർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട മോഹൻകുമാറിനെ ഇന്ന് രാവിലെയോടെയാണ് വിമാനത്താവളത്ത് നിന്ന് പോലീസ് പിടികൂടിയത്. സംഭവ സ്ഥലത്ത് വെച്ച് നാട്ടുകാരുടെ മർദ്ദനമേറ്റ SI വിനയകുമാർ അങ്കമാലി LF ആശുപത്രിയിൽ ചികിത്സയിലാണ്. എയർപോർട്ട് ഭാഗത്ത് CISF അടക്കം എയർപോർട്ടിന്റെ വിവിധ ആവശ്യങ്ങൾക്കുള്ള സെക്യൂരിറ്റി വിഭാഗങ്ങളുടെ ധാരണ അവർ ഏതോ സ്വതന്ത്ര സ്റ്റേറ്റ് ആണെന്നാണ്. നാട്ടുകാരുടെ നെഞ്ചത്ത് കയറ്റം മുൻപും അനുഭവമുള്ളതായി പലരും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നു. പല നോർത്ത് ഇന്ത്യൻ ഗോസായി ഉദ്യോഗസ്ഥരും വളരെ മോശം പെരുമാറ്റമാണ്. ഇത് അതിര് കടന്നു. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകണം. എയർപോർട്ടിന്റെ വികസനം വേണ്ടത് തന്നെ. പക്ഷേ സാധാരണ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കിയല്ല എന്നാണ് പ്രതികരണം ഉയർന്നത്. ജിജോ ഓടിച്ച കാറിന് വിനയകുമാർ സൈഡ് നൽകിയിരുന്നില്ല. നായത്തോട് ഭാഗമെത്തിയപ്പോൾ സൈഡ് നൽകാത്തത് ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതരായ വിനയകുമാർ ജിജോയെ ബോണറ്റിലിട്ട് 1 കിലോമീറ്ററോളം വാഹനം ഓടിക്കുകയായിരുന്നു. തുടർന്ന് വാഹനത്തിന്റെ ബോണറ്റിൽ നിന്ന് ജിജോ വീഴുകയായിരുന്നു. ബൈക്കിൽ പോയാൽ പട്ടി വട്ടം ചാടുമെന്ന് കരുതി കാറ് ജോലിക്ക് വിട്ട മോനാണ്. 24 വർഷം കാലാണോ കൈയാണോ വളർന്നെന്ന് നോക്കിയാണ് വളർത്തിയത്. മകന്റെ സുരക്ഷയ്ക്കായാണ് കാറ് വാങ്ങി നൽകിയതെന്നാണ് അമ്മ പറയുന്നത്. ഐവിൻ ജിജോ അപകടത്തിന് മുൻപ് ഇരയായത് ക്രൂര മർദ്ദനത്തിനു കൂടിയാണ്. ഐവിന്റെ മുഖത്ത് പ്രതികൾ മർദ്ദിച്ചു. മർദ്ദനത്തിൽ മൂക്കിന്റെ പാളം തകർന്നു. ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ഐവിന്റെ കയ്യിലും ജനനേന്ദ്രിയത്തിലും ഗുരുതര പരിക്കുകളാണുള്ളത്. ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് കൊലപാതകമെന്നാണ് സൂചന. വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. തുറവൂർ സ്വദേശിയാണ് ഐവിൻ ജിജോ. കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥരായ SI വിനയ് കുമാർ, കോൺസ്റ്റബിൾ മോഹൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി.
ഐവിൻ ജിജോയെ കാറിന്റെ ബോണറ്റിൽ ഇടിച്ചിട്ട് പ്രതികൾ യാത്ര ചെയ്തത് 1 കിലോമീറ്ററോളമാണ്. രാത്രി 11 മണിയോടെ കാലടി തോബ്ര റോഡിലാണ് ഹോട്ടൽ ഷെഫായ ഐവിൻ ജിജോയും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. ഇതിനിടയിലാണ് ഉദ്യോഗസ്ഥർ ഐവിനെ കാർ ഇടിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ യുവാവ് CISF ഉദ്യോഗസ്ഥരുടെ കാറിന്റെ ബോണറ്റിൽ അകപ്പെട്ടു. വാഹനം നിർത്താതെ ഐവിനുമായി CISF ഉദ്യോഗസ്ഥർ 1 കിലോമീറ്ററോളം സഞ്ചരിക്കുകയായിരുന്നു. ഒടുവിൽ നായത്തോടുള്ള ഇടവഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിച്ചു. നാട്ടുകാർ ഇടപെട്ടാണ് പ്രതികളെ ഒരാളെ പിടിച്ചത്. ഐവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതികളുമായി തർക്കിക്കുന്ന വീഡിയോ ഐവിൻ തന്നെ സ്വന്തം മൊബൈലിൽ പകർത്തിയിരുന്നതായി പോലീസ് വ്യക്തമാക്കി. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൊടും ക്രൂരകൃത്യം നടത്തിയ CISF ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകും. കണ്ണുനീരിന് മതമോ ജാതിയോ ഇല്ല. ഈ അമ്മയുടെയും അച്ഛന്റെയും കണ്ണുനീരിന് പകരം നൽകാൻ ഒന്നിനുമാവില്ല. ഇവരോടൊപ്പം എല്ലാവരും ഐക്യപ്പെടുക. പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. മഹാ കഷ്ടം തന്നെ. നല്ല ശിക്ഷ കിട്ടാത്തതുകൊണ്ടും എന്തു ചെയ്താലും ജാമ്യത്തിലിറങ്ങാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസമാണ് എല്ലാവർക്കും. കൊലപാതകം ചെയ്യാൻ ഒരു മടിയുമില്ലാത്തത്. അതിനെപ്പറ്റി സമൂഹം ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ പോകുന്നത് ജോലി മാത്രമല്ല, അവിടേക്ക് നിയമം ശക്തമാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം കിട്ടുന്നുണ്ട്. പോയവർ തിരിച്ചു വരാൻ കൂട്ടാക്കുന്നില്ല. ആ അമ്മ പറഞ്ഞത് സത്യമാണ്. കേരളത്തിൽ ജീവിക്കാൻ പേടി തോന്നുന്നു. ഞങ്ങൾ അറബ് രാജ്യത്ത് താമസിക്കുന്നവരാണ്. കേരളത്തിലേക്ക് വെക്കേഷന് വരാൻ കൂടി ഞങ്ങൾക്ക് പേടിയാണ്. നിയമപാലകർ കൊലയാളിയാകുമ്പോൾ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? പോലീസിലും CISFലും എല്ലാം ക്രിമിനലുകൾ ഒരുപാടുണ്ട്. ജനങ്ങൾ ശക്തമായി പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന കമന്റുകൾ. നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള നായത്തോട് ഭാഗത്ത് CISFകാർ അടക്കം ഒട്ടേറെ പേർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് പ്രതികളും ഐവിനും തമ്മിൽ തർക്കമുണ്ടായത്. കാറുകൾ തമ്മിൽ ഉരസീതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കത്തിന്റെ തുടക്കം. കാർ ഇങ്ങനെയാണോ ഓവർടേക്ക് ചെയ്യുന്നതെന്ന് ഐവിൻ ചോദിക്കുന്നതും ഇങ്ങനെയാണെന്ന് CISFകാർ മറുപടി പറയുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. താൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നതും കേൾക്കാം. ഇംഗ്ലീഷിലാണ് സംസാരം. ഇതിനിടെ ഒട്ടേറെ വാഹനങ്ങൾ ഇരു കൂട്ടർക്കും ഇടയിലൂടെ കടന്നു പോകുന്നുണ്ട്. കുറച്ചു സമയത്തെ തർക്കത്തിനു ശേഷം CISFകാർ കാർ സമീപത്തെ ഒരു വീടിന്റെ മുന്നിലേക്ക് കയറ്റി തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകാതെ പോകാൻ പറ്റില്ലെന്ന് വ്യക്തമാക്കി ഐവിൻ ഇവരുടെ കാറിന് മുന്നിൽ കയറി നിന്ന് ഫോണിൽ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തി. ഇതോടെ CISFകാർ ഐവിനെ ഇടിച്ചു തെറിപ്പിച്ച് ബോണറ്റിലേക്കിട്ട് അതിവേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു. ബോണറ്റിൽ പിടിച്ചുകിടന്ന് നിലവിളിച്ച ഐവിനെ അമിത വേഗതയിൽ 1 കിലോമീറ്ററോളം ദൂരത്തേക്ക് ഓടിച്ചു പോകുന്നു. രാത്രി 10 മണിയോടെ നായത്തോടുള്ള സെന്റ് ജോൺസ് ചാപ്പലിനും സെന്റ് സെബാസ്റ്റ്യൻ കപ്പോളയ്ക്കും ഇടയിലുള്ള കപ്പേള റോഡിൽ വെച്ച് കാർ സഡൻ ബ്രേക്ക് ചെയ്ത് നിലത്തേക്ക് തള്ളിയിട്ട ശേഷം കാർ കൊണ്ട് ഇടിപ്പിച്ചു കൊലപ്പെടുന്നതിന് പ്രതികൾ ശ്രമിച്ചുവെന്നാണ് FIRൽ രേഖപ്പെടുത്തിയത്. ബോണറ്റിൽ ആളിനെയും വലിച്ചിഴിച്ചുകൊണ്ട് അമിത വേഗതയിൽ വന്ന കാറിനെ നാട്ടുകാർ തടയുകയായിരുന്നു. കാർ ബ്രേക്കിട്ടതോടെ താഴെ വീണ ഐവിനെ 20 മീറ്ററോളം നിലത്തുകൂടി ഉരച്ചുകൊണ്ടുവന്നാണ് കാർ നിന്നത്. അപ്പോൾ തന്നെ ഐവിൻ മരിച്ചതുപോലെയാണ് കാണപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. വിനയകുമാർ ദാസും റോഡരികിൽ അബോധാവസ്ഥയിൽ എന്ന പോലെ കിടക്കുന്നതും കാണാം. തുടർന്ന് പോലീസും ആംബുലൻസും എത്തി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഐവിൻ അവിടെ ചെന്നപ്പോൾ തന്നെ മരിച്ചിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് ഓടിപ്പോയ മോഹനെ വിമാനത്താവളത്തിലെത്തിയാണ് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും ചോദ്യം ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.